കേരള ബ്ലാസ്റ്റേഴ്സ് സൂപ്പർ കപ്പ് കളിക്കുമോ എന്നൊരു കാര്യത്തിൽ ഒരു വലിയ ആശങ്ക തന്നെ തുടർന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പിന്നിലുള്ള കാരണമൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഡ്യൂറൻഡ് കപ്പ് കളിക്കാതിരുന്നൊരു സാഹചര്യവും പിന്നീട് ISLൻ്റെ പേരിലുള്ള ഒരു അവ്യക്തതയും തുടരുന്ന സാഹചര്യത്തിലായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് വരുവാനായിട്ട് പോകുന്ന സൂപ്പർ കപ്പ് കളിക്കുമോ എന്ന തരത്തിലുള്ള ഒരു സംശയം പടർന്ന് പിടിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ നമുക്ക് നിലവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകളൊക്കെ തന്നെ പ്രകാരം ISLൽ നിന്ന് 12 ക്ലബ്ബുകളാണ് ഈ വരുവാനായിട്ട് പോകുന്ന സൂപ്പർ കപ്പിൽ പങ്കെടുക്കുവാനായിട്ട് പോകുന്നത്. അതിൽ കേരള ബ്ലാസ്റ്റേഴ്സും ഉണ്ട് എന്നാണ് അറിയുവാനായിട്ട് സാധിക്കുന്നത്. ഉപാധികളോടെ സൂപ്പർ കപ്പിന് വേണ്ടി പങ്കെടുക്കുവാനായിട്ട് ക്ലബ്ബ് സമ്മതിച്ചു എന്നാണ് വാർത്തകൾ പുറത്തേക്ക് വീഴുന്നത്. സോ എന്തുകൊണ്ടാണെങ്കിൽ പോലും കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു അപ്ഡേറ്റ് തന്നെയാണ് ഇതെന്ന് എടുത്തു പറയേണ്ടതാണ്. പിന്നീട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് സൂപ്പർ കപ്പ് കേരള ബ്ലാസ്റ്റേഴ്സ് കളിച്ചാൽ പോലും കേരള ബ്ലാസ്റ്റേഴ്സിന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ നിലവിൽ 3 വിദേശ താരങ്ങൾ മാത്രമാണ് ഉള്ളത്. സോ 3 വിദേശ താരങ്ങളുടെ അവൈലബിലിറ്റി മാത്രമാണ് ഉള്ളത്. എസ്പെഷ്യലി നോഹ സദോയി, അഡ്രിയാൻ ലൂണ ആൻഡ് ബ്ലാസ്റ്റേഴ്സിൻ്റെ കഴിഞ്ഞ സീസണിൽ എത്തിച്ചിട്ടുണ്ടായിരുന്ന ഡുസാൻ ലെഗാട്ട്, ഇവർ 3 പേരുമാണ് നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലുള്ളത്. ഒരു ഫോറിൻ സ്ട്രൈക്കർ പോലും ഇല്ലാതെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഈ വരുവാനായിട്ട് പോകുന്ന സൂപ്പർ കപ്പിന് വേണ്ടി കളിക്കുവാനായിട്ട് ഇറങ്ങുന്നത്. അറ്റ് ദ സെയിം ടൈം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരുപാട് ഇന്ത്യൻ താരങ്ങൾക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെയായിരിക്കും സൂപ്പർ കപ്പ് എന്ന് പറയുന്നത്. എങ്കിൽ പോലും ഗ്രൂപ്പ് സ്റ്റേജിൽ ഗ്രൂപ്പ് ചാമ്പ്യന്മാരാവുന്ന ക്ലബ്ബുകളായിരിക്കും സെമി ഫൈനലിന് വേണ്ടി യോഗ്യത നേടുക. സെമി ഫൈനലിൽ വിജയിക്കുന്ന ക്ലബ്ബ് ഫൈനലിൽ എത്തുകയും ഫൈനലിൽ നിന്ന് വിജയിച്ചു കഴിഞ്ഞാൽ ACL സ്പോട്ടും ലഭിക്കുന്നതായിരിക്കും. AC ചാമ്പ്യൻസ് ലീഗിൻ്റെ സെക്കൻഡ് ടയറിൻ്റെ സ്പോട്ടും ലഭിക്കുന്നതാണ് എന്നാണ് അറിയുവാനായിട്ട് സാധിക്കുന്നത്. സോ ഈ ഒരു സാഹചര്യത്തിൽ ക്ലബ്ബുകളെല്ലാം തന്നെ നല്ലൊരു ടൈറ്റ് കോമ്പറ്റീഷൻ തന്നെയായിരിക്കും സൂപ്പർ കപ്പിൽ വെക്കുക എന്നും എടുത്തു പറയേണ്ടതാണ്. ബട്ട് ഇങ്ങനെയാണെങ്കിൽ പോലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു ഓവറോൾ സ്ട്രക്ചർ വെച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് പാർട്ടിസിപ്പേറ്റ് ചെയ്താലും എന്താ പറയുക, ഒരു ഗ്രൂപ്പ് ചാമ്പ്യന്മാരാവാനായിട്ടുള്ള സാധ്യതകളുണ്ടോ എന്ന് എടുത്ത് പറയേണ്ടതാണ്. കാരണം ക്ലബ്ബ് ഒരു ടൈറ്റ് കോമ്പറ്റീഷൻ വെച്ച് കഴിഞ്ഞാൽ മാത്രമായിരിക്കും ക്ലബിന് ഗ്രൂപ്പ് ഘട്ടം കടക്കുവാനായിട്ട് സാധിക്കുക. എസ്പെഷ്യലി പറയുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞു പോയ സൂപ്പർ കപ്പിൽ കേരള ബ്ലാസ്റ്റേഴ്സ് നല്ലൊരു പ്രകടനം കാഴ്ചവെച്ചിട്ട് പോലും പിന്നീട് വന്നിട്ടുണ്ടായിരുന്ന ഒരു മത്സരത്തിൽ, അതായത് ക്വാർട്ടർ ഫൈനലിൽ മോഹൻ ബഗാനോട് പരാജയപ്പെട്ട് പുറത്താവുന്ന ഒരു സിറ്റുവേഷനാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. മോഹൻ ബഗാനോട് പരാജയപ്പെട്ട ഒരു സിറ്റുവേഷനെ കുറിച്ച് പറയേണ്ട ഒരു ആവശ്യം നമുക്കില്ല. കാരണം ഒരു മോഹൻ ബഗാൻ്റെ ഒരു മെയിൻ ടീം പോലും അല്ല അന്ന് കളിച്ചിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് പോലും ഡേവിഡ് കറ്റാലയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനായിട്ട് അന്ന് ഉണ്ടായിരുന്നത്. കാരണം ഡേവിഡ് കറ്റാലെ പരിശീലക സ്ഥാനത്തേക്ക് എത്തിച്ചതിന് ശേഷം ബ്ലാസ്റ്റേഴ്സ് ആദ്യമായി കളിക്കുന്ന ടൂർണമെൻറ്റ് സൂപ്പർ കപ്പായിരുന്നു. സോ നിലവിൽ വീണ്ടും കളിക്കുവാനായിട്ട് പോകുന്ന അദ്ദേഹത്തിൻ്റെ കോച്ചിങ് കരിയറിൽ അല്ലെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ പരിശീലിപ്പിച്ചതിനിടയിൽ തുടർച്ചയായ രണ്ടാമത്തെ അദ്ദേഹത്തിൻ്റെ ടൂർണമെൻറ്റ് സൂപ്പർ കപ്പ് തന്നെയാണ്. സോ ഈ ഒരു സൂപ്പർ കപ്പിലും ഒരു മികച്ച പ്രകടനം, അതായത് കഴിഞ്ഞ സൂപ്പർ കപ്പിലെ പോലെയല്ല, ഈ സൂപ്പർ കപ്പിൽ കുറച്ച് ഏറെ മികച്ച പ്രകടനം കാഴ്ചവെക്കുക തന്നെ ഡേവിഡ് കറ്റാലയ്ക്ക് ആവശ്യമാണ്. കാരണം എങ്കിൽ മാത്രമേ അദ്ദേഹത്തിൻ്റെ ഫ്യൂച്ചർ കേരള ബ്ലാസ്റ്റേഴ്സ് എത്രമാത്രം ഭദ്രമാണെന്ന് അറിയുവാനായിട്ട് സാധിക്കുള്ളൂ. അദ്ദേഹത്തിന് 1 ഇയർ കൂടി കേരള ബ്ലാസ്റ്റേഴ്സിൽ കോൺട്രാക്റ്റ് ഉണ്ട് എന്ന തരത്തിലുള്ള വാർത്ത, അതായത് 1 ഇയർ കൂടി ആവശ്യമെങ്കിൽ പുതുക്കാം എന്ന തരത്തിലുള്ളൊരു കോൺട്രാക്റ്റ് ഉണ്ട് എന്നാണ് അറിയുവാനായിട്ട് സാധിക്കുന്നത്. സോ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കാര്യത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നിലവിൽ ISL അല്ല, സൂപ്പർ കപ്പിന് പങ്കെടുക്കുന്നതിന് മുമ്പ് ഉണ്ട്. സോ താരങ്ങളുടെ അവൈലബിലിറ്റി ആണെങ്കിൽ പോലും ഒക്കെ തന്നെ ഒരു വലിയ ചോദ്യചിഹ്നമാണ്. ഫോറിൻ താരത്തിൻ്റെ കുറവാണ്. പിന്നെ നിലവിൽ ട്രാൻസ്ഫർ വിൻഡോ ഒരു അവസാനിച്ച സാഹചര്യമാണ്. സോ ഇനി എന്തൊക്കെ വന്നു കഴിഞ്ഞാലും കേരള ബ്ലാസ്റ്റേഴ്സിന് മറ്റുള്ള ക്ലബ്ബുകളിൽ വേണ്ടി കളിക്കുന്ന അല്ലെങ്കിൽ കരാറിലുള്ള താരങ്ങളെ ടീമിലേക്ക് എത്തിക്കുവാനായിട്ട് സാധിക്കുന്നതല്ല. അറ്റ് ദ സെയിം ടൈം ബ്ലാസ്റ്റേഴ്സിന് ഫ്രീ ഏജൻസ് ആയിട്ടുള്ള താരങ്ങളെ ടീമിലേക്ക് എത്തിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് പല ക്ലബ്ബുകൾക്കും ഫ്രീ ഏജൻസ് ആയിട്ടുള്ള എല്ലാ ക്ലബ്ബുകൾക്കും ഇനിയുള്ള അടുത്തൊരു ഓപ്ഷൻ ഫ്രീ ഏജൻസ് ആയിട്ടുള്ള താരങ്ങളെ ടീമിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഒരു മികച്ച ഡിസിഷൻ എടുത്തില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു എൻ്റെ സീസൺ തന്നെ ഫ്ലോപ്പ് ആവാനുള്ള സാധ്യതയും ഉണ്ട്. സോ ISL സീസൺ ഉടൻ തന്നെ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. കാരണം അതിൻ്റെ ടെൻഡർ വരുവാനായിട്ട് പോകുന്ന ഒക്ടോബർ മാസം, ആ ഒരു മാസത്തിൻ്റെ പകുതിയോടുകൂടി തന്നെ ISLൻ്റെ ടെൻഡർ വിളിക്കുകയും പുതിയ പാർട്ണർഷിപ്പ്സിനെയും കണ്ടുപിടിക്കുകയും അതിനുശേഷം ISLൻ്റെ കാര്യം ഏകദേശം ഒരു ഉറപ്പ് വരുത്തുമെന്നും നമുക്ക് അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു കൺഫർമേഷൻ ഉണ്ട്. സോ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് ISLൻ്റെ ഫ്യൂച്ചർ കുറച്ചും കൂടി ബെറ്റർ വേയിൽ
ഇടയിൽ വരുവാനായിട്ടുള്ള സാധ്യതകളുണ്ടെങ്കിൽ പോലും നിലവിൽ ഇന്ത്യൻ ഫുട്ബോൾ സീസൺ ആരംഭിക്കുവാനായിട്ട് പോകുന്നത് സൂപ്പർ കപ്പോട് കൂടിയാണ്. സോ സൂപ്പർ കപ്പ് ഒരു മികച്ച കിക്ക് ഓഫ് സ്റ്റാർട്ട് തന്നെ നമുക്ക് ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. കാരണം ഈ വരുവാനായിട്ട് പോകുന്ന ഒക്ടോബർ മാസം, അതായത് അടുത്ത മാസം 25-ാം തീയതി തൊട്ട് നവംബർ 22-ാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന ഒരു വൺ മന്ത് നീണ്ടു നിൽക്കുന്ന ടൂർണമെൻ്റ് ആയിട്ടായിരിക്കും സൂപ്പർ കപ്പ് നടത്തുക. സോ ഇതിനിടയിൽ ഇൻ്റർനാഷണൽ ബ്രേക്കുകളും ഒക്കെ തന്നെ ഉണ്ട്. മേ ബി വൺ ഡേയിൽ തന്നെ 2 or 3 മാച്ചസ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. സോ കറക്റ്റ് ഫിക്സ്ചേഴ്സ് വന്നിട്ടില്ല. സോ നമുക്ക് കണ്ടു തന്നെ അറിയാം എന്തായിരിക്കും നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളത്.